നിലവിൽ കുറേ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ചില കാര്യങ്ങൾ ഉണർത്താനേ എനിക്കുള്ളൂ. നിലവിൽ അക്കാദമീസിൽ പഠിക്കുന്ന കുട്ടികളും ടീച്ചേഴ്സും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. പല കുട്ടികളെ കാണുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മളെല്ലാവരും ഇപ്പോഴും പഴമയുടെ ഒരു പാട്ടിൽ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ തന്നെ പറയണം. നമ്മളെ പാരൻസ് ചില കാര്യങ്ങൾ പറയാറുണ്ട്. കുട്ടിക്കാലത്ത് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല, കൃത്യമായുള്ള ഭക്ഷണം വസ്ത്രം ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഇമോഷൻസിന് വേണ്ടിയിട്ട് കുട്ടികളെ കൂടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രയോഗിക്കലുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും ഏൽക്കാനും പോകുന്നില്ല. അതൊക്കെ നമുക്കറിയാം. ഞാനതൊന്നും അല്ല ഇവിടെ പറയാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ പാരൻസിനോടും ടീച്ചേഴ്സിനോടും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്കോ 10ാം ക്ലാസ്സിൻ്റെ ഗ്രേഡോ അല്ലെങ്കിൽ ഈ കണ്ട പരീക്ഷകൾക്ക് നിങ്ങൾ നേടിയ ടോപ്പ് മാർക്കുകളോ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? വളരെ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ ചോദിക്കാനുള്ള കാരണം, ഒരു ഇൻ്റർവ്യൂ ബോണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് എനിക്കുണ്ട്, ഫുൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫുൾ A+ ആണ് എന്ന പേരിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 10ാം ക്ലാസ്സൊക്കെ ഒരു സ്റ്റാറ്റസിൻ്റെ പേരിലോ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ പേരിലോ പല സെൻറ്റേഴ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ പല അഡ്മിഷൻസിൻ്റെ പ്രോസസ്സിൻ്റെ മേഖലയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വന്നുപോയി എന്നൊരു തെറ്റായ ധാരണ അങ്ങനെ വന്നുപോയി. അങ്ങനെ ഒരു 10ാം ക്ലാസ് ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി മികച്ചത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ശരിക്കും എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള നിയർ ബൈ ലൊക്കേഷനിൽ പാരൻസിനും കുട്ടികൾക്കൊക്കെ വന്നു പോകാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു അഡ്മിഷൻ കിട്ടണം എന്നുള്ള ധാരണയിലാണ് +1. കാര്യം സീറ്റ് കുറവാണല്ലോ, പ്രത്യേകിച്ച് മലബാറിൽ. അപ്പോൾ തെക്കൻ ജില്ലയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, സീറ്റുകൾ അധികമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പഠിക്കാം, ഹോസ്റ്റലൊക്കെ എടുത്തിട്ട് +1. ഇവിടെ കിടന്നാണ് ഈ സീറ്റിൻ്റെ പ്രശ്നമൊക്കെ. അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ സീനാറിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എവിടെ ചെയ്യണം? പിന്നെ വലിയ ആഗ്രഹങ്ങൾ വെച്ച് പഠിക്കുന്ന നീറ്റിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് +1 +2ൻ്റെ മാർക്കുകൾ വരാം. പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് അപ്പോഴും വരുന്നില്ല. ആരാണ് പിന്നെ ഇങ്ങനൊരു നിലപാട് കൊണ്ടുവന്നത്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുട്ടി ബെറ്ററായിട്ട് പഠിക്കുന്നുള്ളത്. പക്ഷേ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് എവിടെയും ലൈഫിൽ ഉപകാരപ്പെട്ടില്ല. എൻ്റെ ലൈഫിൽ എവിടെയും ഉപകാരപ്പെട്ടില്ല. സ്കില്ലുകൾ വളർത്തിയെടുത്തുകൊണ്ട് വരിക, അതുമാത്രമാണ് ഉപകാരപ്പെട്ടില്ല. അതൊരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഭാഷാപരമായുള്ള സ്കില്ല് നോക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുമെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പ്രത്യേകിച്ച് ഇംഗ്ലീഷും ഹിന്ദിയും. അതുകൊണ്ട് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാഹചര്യത്തെ അല്ല നിങ്ങൾ പറയേണ്ടത്, നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ ഇവർ മത്സരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ്, ടെക്നോളജിയോടാണ്, വലിയ സംവിധാനങ്ങളോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്കില്ലുകൾ, നമ്മൾ സിനിമ ഡയലോഗ് പറയുന്ന പോലെ മുതലാളിത്തത്തെ ഇല്ലാതാക്കാൻ മുതലാളിത്തത്തിൻ്റെ അച്ഛനാകണം എന്നൊക്കെ സിനിമ ഡയലോഗ് പറയുന്ന പോലെ ടെക്നോളജി പഠിക്കണമെങ്കിൽ ടെക്നോളജി കണ്ടുപിടിക്കുന്നതിൻ്റെ തലവനാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സ്കില്ലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടുവരണം, ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇനിയൊരു തലമുറയ്ക്ക് സ്മാർട്ടായിട്ടും ഹാർഡായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം കഴിവില്ലാണ്ട് നോളജ് മാത്രം വെച്ചിട്ട് ഒരു കാര്യമില്ല. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത് അങ്ങനെയാണ്. അപ്പോൾ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സോ ലാപ്ടോപ്പുകളോ പ്രൊജക്റ്റുകളോ ഇൻഡക്റ്റീവ് പാനൽസോ സ്മാർട്ട് ടച്ച് കാര്യങ്ങളോ വന്നിട്ടോ കാര്യമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരെ കാഴ്ചപ്പാടുകൾ ആ രീതിയിൽ മാറണം. അത് ഏത് മേഖലയാണെങ്കിലും, ഇന്ന അധ്യാപകരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണെങ്കിലും പാരൻസ് ആണെങ്കിലും, അപ്പോൾ കുട്ടികളുടെ സ്കിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഇമോഷൻസ് എന്താണെന്നും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. അപ്പോൾ കൃത്യമായിട്ടൊരു ധാരണ കിട്ടും, ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സ്കില്ല് കൊണ്ടുവരണം എന്നൊക്കെ കൃത്യമായൊരു ധാരണ കിട്ടും. ഇനിയും അത് നിങ്ങൾ പിൻപറ്റിയില്ല, പഴയ ഒരു ക്ലീശ ഡയലോഗ് പോലെ. ഇത് നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് കിട്ടാതെ പോയ സങ്കടങ്ങളെയാണോ, നിങ്ങളെ കിട്ടാതെ പോയ ആഗ്രഹങ്ങളെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയാണോ? ഇപ്പോഴത്തെ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കറക്റ്റായ രൂപത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ വേസ്റ്റാണ്. പ്രത്യേകിച്ച് ഭാഷകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദി കുറച്ചൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇത്തരം ഭാഷകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. ക്ലിയർ? ഇംഗ്ലീഷ് ഭാഷ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഹിന്ദി ഉണ്ടെങ്കിലോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മതി. നിങ്ങളെ കുട്ടികളെ ഭാഷ പഠിപ്പിക്കുമോ, കോൺഫിഡൻസ് ഉണ്ടാവട്ടെ, സംസാരിക്കാൻ കോൺഫിഡൻസ് ആവട്ടെ. ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ മതി. ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ എളുപ്പമാണ്, ഗ്രാമേഴ്സ് എളുപ്പമാണ്. ഇത് 8ാം ക്ലാസ്സിലും ഗ്രാമറും 9ാം ക്ലാസ്സിലും ഗ്രാമറും 10ലും ഗ്രാമറും എന്നിട്ട് തീരുന്നുണ്ടോ? ഡിഗ്രി കഴിഞ്ഞിട്ടും ഗ്രാമർ, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സ്പോക്കൺ ഇംഗ്ലീഷ് വേറെ. ഇതെന്തിനാണ് ഒറ്റ തവണയായിട്ട് ചെയ്താൽ പോരെ? ആ രീതിയിലേക്ക് നിങ്ങളെ സ്കില്ല് വളർത്തിയെടുക്കുമോ? വെറുതെ ഈ മാർക്കിൻ്റെ പിന്നാലെ പ്രഷർ ചെയ്ത് പോയിട്ട് അവസാനം കിട്ടുന്നൊരു ടൈമിൽ ഫ്രീ ആയിട്ട് മാറുമ്പോൾ ഈ ഫോണൊക്കെ അഡിക്ഷൻ എന്ന പോലെ ഒരു ഫ്രീ അഡിക്ഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പദങ്ങൾ കണ്ടുപിടിക്കണം. അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കില്ലില്ല, അവർ വേറെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെയാണ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെയാണ്. പക്ഷേ ഇത്തരം സ്കില്ലുള്ള ആളുകൾ മാത്രമേ വിജയിച്ചിപ്പോൾ മുന്നേറുന്നുള്ളൂ. അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പ്രയോഗിക്കുക. ഇനി അതല്ല എങ്കിൽ കറക്റ്റ് കരിയർ വിദഗ്ധരുണ്ട്, അവരുമായിട്ട് സംസാരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ പാരൻസും കുട്ടികളും രക്ഷിതാക്കളും ഒരേപോലെ തന്നെ ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഉൾക്കൊള്ളേണ്ടതിനെ ഉള്ളുക, തള്ളേണ്ടതിനെ തള്ളുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.